തുടർച്ചയായ മൂന്നാം ദിവസവും യുഎഇയിൽ ശക്തമായ മഴ തുടരുകയാണ്. മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് ഉച്ചയോടെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കൂടുതൽ ശക്തമായത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുയിൻ, റാസൽ ഖൈമ തുടങ്ങി വിവിധ എമിറേറ്റുകളിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഫുജേറയിലും റാസൽ ഖൈമയിലും മലനിരകളിൽ നിന്ന് വെള്ളം കുതിച്ചെത്തിയതോടെ വാദികൾ നിറഞ്ഞു കവിഞ്ഞു. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ എമിറേറ്റുകളിലെയും ബീച്ചുകൾ താൽക്കാലികമായി അടച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ്, ഐൻ ദുബായ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും നിർത്തിവച്ചു. വിവിധ എമിറേറ്റുകളിലെ പാർക്കുകളും അടഞ്ഞുകിടക്കുകയാണ്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടെങ്കിലും കാര്യമായ സർവീസ് റദ്ദാക്കലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ദുബൈയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏപ്രിൽ 3 വരെ ഓൺലൈൻ ക്ലാസുകൾ തുടരാൻ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകി. സ്കൂളുകൾക്ക് പുറമെ നഴ്സറികൾക്കും സർവകലാശാലകൾക്കും ഉത്തരവ് ബാധകമാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. താഴ്വരകളിൽ നിന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണം. വാഹനമോടിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. കടലിൽ ഇറങ്ങുന്നതിനും മീൻപിടുത്തത്തിനും കർശന നിരോധനമുണ്ട്. വരും മണിക്കൂറുകളിലും മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മാറ്റങ്ങൾ അറിയുന്നതിനായി ഔദ്യോഗിക ചാനലുകൾ പിന്തുടരണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, ദുബായ്.